നമസ്കാരം. കെ സുധാകരൻ പങ്കുവച്ച ഒരു കുറിപ്പാണിത്. ഇനി മുതൽ കേരളത്തിന് വേണ്ടി പാർലമെന്റിൽ 2 ഗാന്ധി ശബ്ദങ്ങൾ ഉയരും. വയനാട് ചരിത്രത്തിലേക്ക് നടന്നു കയറുകയാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും രാജ്യത്താകമാനം വലിയ മുന്നേറ്റം സാധ്യമാക്കിയ രാഹുൽ ഗാന്ധിക്ക് ഒരുപോലെ പ്രിയപ്പെട്ട മണ്ഡലങ്ങൾ തന്നെയാണ് വയനാടും റായ്ബറേലിയും. അതിൽ ഒരു മണ്ഡലം ഒഴിയുക എന്ന ദുഷ്കരമായ തീരുമാനം തൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന രീതിയിൽ ആകരുതെന്നും അദ്ദേഹത്തിനും കോൺഗ്രസ് പാർട്ടിക്കും നിർബന്ധമുണ്ടായിരുന്നു. അതിനാൽ തൻ്റെ പ്രിയപ്പെട്ടവളെ വയനാട്ടിൽ തൻ്റെ പകരക്കാരിയായി നിയോഗിക്കുന്ന തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധിയുടെ പ്രതിരൂപമായ പ്രിയങ്കാജി തൻ്റെ കന്നിയംഗത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന തട്ടകം നമ്മുടെ വയനാട് ആണെന്നത് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും മലയാളിക്കും അഭിമാനം തന്നെയാണ്. വയനാടിൻ്റെ മണ്ണിലേക്ക് ഇന്ദിരയുടെ പിന്മുറക്കാരിക്ക് സ്വാഗതം. ചരിത്ര ഭൂരിപക്ഷത്തോടെ പ്രിയങ്ക ഗാന്ധിയെ വയനാടിൻ്റെ പ്രിയങ്കരിയാക്കി മാറ്റും. ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധിയുടെ പ്രതിരൂപമായ പ്രിയങ്കാജി തൻ്റെ കന്നിയംഗത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്ന തട്ടകം നമ്മുടെ വയനാട് ആണെന്നത് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും മലയാളിക്കും അഭിമാനം തന്നെയാണ്. വയനാടിൻ്റെ മണ്ണിലേക്ക് ഇന്ദിരയുടെ പിന്മുറക്കാരിക്ക് സ്വാഗതം. ചരിത്ര ഭൂരിപക്ഷത്തോടെ പ്രിയങ്ക ഗാന്ധിയെ വയനാടിൻ്റെ പ്രിയങ്കരിയാക്കി മാറ്റും എന്നാണ് സുധാകരൻ കുറിച്ചിരിക്കുന്നത്.